നമ്മുടെ രണ്ടാമത്തെ ദിവസം ഡൽഹിയിലുള്ള ആഗ്രയിലേക്ക് പോവാണ്. ബസ്സിലേക്ക് കയറുകയാണ്. നമ്മൾ ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഡൽഹിയിൽ എത്തിയതിനു ശേഷമുള്ള രണ്ടാം ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നേരത്തോടെ തന്നെ ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് നമ്മൾ പുറപ്പെട്ടു. യമുന എക്സ്പ്രസ് വേ, അതിലൂടെയാണ് നമ്മുടെ യാത്ര. മനോഹരമായ റോഡും കാഴ്ചകളും ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. ഏതാണ്ട് താജ്മഹലിലേക്ക് 250ഓളം കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് ഓടാനുണ്ട്. നമ്മൾ ആദ്യം മധുരയിലേക്കാണ് പോകുന്നത്. മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി. പോകുന്ന വഴിയിൽ നമ്മൾ നിർത്തി ഭക്ഷണം, ഇഡ്ഡലി, ചട്നി, സാമ്പാറൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഹോംലി ഫുഡ് നമ്മൾ കഴിച്ചു. അവിടെ നിന്നും നേരെ മധുരയെ ലക്ഷ്യമാക്കി യാത്ര സ്റ്റാർട്ട് ചെയ്തു. ബസ്സിൽ ഉടനീളം പാട്ടുകളും മനോഹരമായ ഗ്രൂപ്പ് സോങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പുറമേയുള്ള റോഡിന്റെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. മധുരയിൽ നമ്മൾ ഇറങ്ങി കുറച്ച് അകലെയാണ് ബസ് പാർക്ക് ചെയ്തത്. അവിടെ നിന്നും അവിടുത്തെ ഇലക്ട്രിക് ഓട്ടോയിൽ ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. 5ഓളം ചെറിയ ഓട്ടോകളിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ ഇരുവശത്തും നിരവധി പർച്ചേസിംഗ് സെന്റേഴ്സ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ കൂടെ വന്ന ചെറുപ്പക്കാരുടെ കണ്ണുകൾ അല്ലെ, അവർ പർച്ചേസിങ്ങിനായിട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ക്രമീകരിച്ചു. നമ്മുടെ യാത്ര സമയം കുറവാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെ പുറത്തെത്തി. ഇവിടെ അകത്തേക്ക് നമുക്ക് യാതൊരു വിധത്തിലുള്ള ക്യാമറ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, സ്മാർട്ട് വാച്ച് ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് അകത്തെ കാഴ്ചകളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ അവിടുന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബസ്സിലേക്ക് വീണ്ടും ചെറിയ ഇലക്ട്രിക് ഓട്ടോയിൽ യാത്രയായി. ഒരു ബസ് കണ്ട് നമ്മളെല്ലാവരും ഞെട്ടി. അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് പൊളിഞ്ഞിരിക്കുകയാണ്. അതിന് പകരം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിട്ടാണ് അവര് യാത്ര. കൂടാതെ ബസ്സിന്റെ മുകളിലൊക്കെ ആളുകൾ തിങ്ങിക്കൂടി യാത്ര ചെയ്യായിരുന്നു. നമ്മൾ വണ്ടിയിൽ കരുതിയിരുന്ന ഉച്ചഭക്ഷണം ഒരു ഹോട്ടലിന്റെ സ്പേസിൽ ഇരുന്ന് നമ്മൾ കഴിച്ചു. നല്ല ഒരു സൗകര്യമായിരുന്നു ആ ഒരു ഉച്ച സമയത്ത് നമുക്ക് കിട്ടിയത്. കൂടാതെ നമ്മുടെ തനിനാടൻ നാട്ടിലെ ഊൺ. ആഗ്രയിൽ എത്തിയപ്പോഴേക്കും ഗൈഡ് ആനന്ദ് നമ്മുടെ കൂടെ കൂടി. താജ്മഹലിലേക്കുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയാണ്. ബസ് ഇറങ്ങി നേരെ ഇലക്ട്രിക് ഒരു വെഹിക്കിളിൽ കയറി. ഒരേ സമയം നമുക്ക് ഒരു 13 പേർക്ക് ആ വണ്ടിയിൽ യാത്ര ചെയ്യാം. നടത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി. താജ്മഹൽ കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. മുംതാസിന്റെ എന്താ പറയാ, തന്റെ പ്രീതമക്ക് വേണ്ടി ഷാജഹാൻ പണി കഴിപ്പിച്ച താജ്മഹൽ. മനസ്സ് നിറയെ താജ്മഹലിന്റെ ആ ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ടിവിയിലും ഫോട്ടോയിലും മാത്രം കണ്ടിട്ടുള്ള താജ്മഹലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. താജ്മഹലിലേക്കുള്ള എൻട്രിയാണ്. റൈറ്റ് ചെക്കിനാണ് കാണാം. നല്ല ടൈറ്റ് സെക്യൂരിറ്റി എൻട്രിയാണ് താജ്മഹലിലേക്കുള്ളത്. അപ്പോ എൻട്രി ചെയ്യേണ്ട രീതികളൊക്കെ ആനന്ദ് നമ്മുടെ ഗസ്റ്റിനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. താജ്മഹലിന്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രിയാണ്. 250 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ്. നമുക്കൊരു കോയിൻ തരും. നമ്മൾ മെട്രോ സ്റ്റേഷനിലൊക്കെ പോകുന്നവരെ അവിടെ ടച്ച് ചെയ്ത് നമ്മളിത് കീപ്പ് ചെയ്യണം. സപ്താത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനെ നേരിൽ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സൗത്ത് ഗേറ്റ് വഴിയാണ് അകത്തേക്ക് കടന്നത്. അകത്ത് കടന്നതും വലിയ നീണ്ട റെഡ് സ്റ്റോണിൽ പണിതിട്ടുള്ള
മനോഹരമായ സൗധങ്ങളുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട്, ഗാർഡനുകൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ആനന്ദ് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ വിവരിച്ചു. Welcome in Taj Mahal. Taj Mahal was built by 5th Mughal emperor ruler Shah Jahan in the memory of his third beloved wife Mumtaz Mahal. Shahjahan had officially 3 wives. That lady Mumtaz Mahal. Her real name was Arjuman Bano Begum. All that part was started in the year 1631 and completed in the year 1653. Total 22 years with the help of 20,000 workers, day and night. We can say 24/7. At present we are going to see Taj Mahal, and we entered in Taj Mahal through West Gate. Opposite is the East Gate. Back is a South Gate. 3 entry gates to enter in this part and 1 single entrance for the main white building Taj Mahal through this gate known as Royal Gate. All that complex area built with that kind of a stone called red sandstone. Naturally red color stone, no need of painting, and they brought it from 40 km far from here. There is a place called Fatehpur Sikri. There are so many mountains, so many rocks at present. We are using for floor purpose, for ceiling purpose also in Agra. After that you can see on that part, I am standing in one room. This is called one room. They just divided it with handmade carpets. 1, 2 and 3 carpet. That is one room for one person. Each and every corner there are 210 small rooms for night shelter of soldiers. Also used by the traders, those who visit India in 17th, 18th and 19th century for trading purpose, for business purpose. They can use this area free of cost. Sir, free accommodation at that time. So 3 entry gates, these rooms on that part, and just focus on the main entry gate. അഹമ്മദ് ലാഹോറി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിന്റെ മെയിൻ ശില്പി. അപ്പൊ അവരുടെ തലമുറയിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട്. താജ്മഹലിൽ എന്തെങ്കിലും റീകൺസ്ട്രക്ഷൻ വേണ്ടുന്ന സമയത്ത് ഗവൺമെന്റ് അവരെ വിളിക്കുമെന്നും അവര് വന്ന് ശരിയാക്കി തരുമെന്നും ആനന്ദ് പറഞ്ഞു. അങ്ങനെ നവീകരിച്ചിട്ടുള്ള ഒരു കല്ലാണ് അദ്ദേഹം നമുക്കായി കാണിച്ചു തരുന്നത്. This is also replaced. He is right. This is also a small, because what happened, you know, if we replaced all the old area, so one time all Taj Mahal is new. That's why the more damaged area they cut it. This one is original one. They cut the damaged part. They fix റെഡ് സ്റ്റോണില് മഴ 2-3 മഴ തട്ടിക്കഴിഞ്ഞാൽ അത് വെള്ളത്തെ അബ്സോർബ് ചെയ്തിട്ട് പഴയതുപോലെ തന്നെ ആവും എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. Mix and match. This is you feeling new, but after 1 and 2 rains, mix and match. When rains, when the water, it absorbs the water. താജ്മഹലിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു കവാടാണിത്. ഇതിന്റെ പേരാണ് ഗ്രേറ്റ് ഗേറ്റ്. ആ ഗ്രേറ്റ് ഗേറ്റ് വഴി നമ്മൾ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ മനോഹരമായ ആ കാഴ്ച നമ്മൾ കാണുകയാണ്. 4 മിനാരങ്ങളോടുകൂടി മാർബിളിൽ തീർത്തിട്ടുള്ള വിസ്മയം താജ്മഹൽ. ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ നിരവധി ഫോട്ടോകൾ എടുത്തു. അവിടെ നിന്നും ഫോട്ടോ എടുത്തു തരാൻ ഒരുമിച്ച് കൂടിയ ആൾക്ക് വളരെ സന്തോഷമായി കാണും. എത്രയാ എടുത്തതെന്നൊരു കണക്കുമില്ലാത്ത വിധം കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രൗഢമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. താജ്മഹലിന്റെ മുൻവശം ഷാജഹാന്റെ കാലത്ത് ഒരു ഗാർഡൻ തന്നെ ആയിരുന്നു, പക്ഷേ നിറയെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ രീതിയിൽ ഗാർഡൻ മനോഹരമാക്കിയത്. അവിടെ മരങ്ങളൊക്കെ വെട്ടി നല്ല ഒരു ദൂരക്കാഴ്ച കിട്ടുന്ന രീതിയിലേക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് റെഡിയാക്കിയിട്ടുള്ളത്. താജ്മഹലിൽ കാണുന്ന ഓരോ മാർക്കുകളും ചിത്രപ്പണികളും ഒക്കെ സ്റ്റോണുകളാണ്. വിവിധ തരത്തിലുള്ള സ്റ്റോൺ മാർബിളിനിടയിൽ വെച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ്. അടുത്തേക്ക് കയറാൻ 2 രീതിയിൽ ചെയ്യാം.
ഒന്നുകിൽ ചെരുപ്പ് അവിടെ വെക്കാം, അല്ലെങ്കിൽ ചെരുപ്പിന്റെ മുകളിൽ ഇതാ ഇതുപോലെ മുകളിൽ കവറിട്ട് 10 രൂപ കൊടുത്ത് പോവാം. താജ്മഹലിനകത്തേക്ക് നമ്മൾ നടക്കുകയാണ്. താജ്മഹലിന്റെ അകത്ത് ഷാജഹാന്റെയും മുംതാസിന്റെയും ശവകുടീരങ്ങളാണുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നത് നമ്മൾ കയറുന്ന ഫ്ലോറിൽ തന്നെയുള്ള ശവകുടീരങ്ങളാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ താഴെയുള്ള നിലയിൽ ആണ് യഥാർത്ഥത്തിലുള്ള ശവകുടീരങ്ങളുള്ളത്. അത് ഫെബ്രുവരി മാസം പൗർണമി ദിനത്തിലാണ് അവിടത്തേക്കുള്ള എൻട്രി. നിശബ്ദമായി ഒഴുകുന്ന യമുന നദിയുടെ തീരത്താണ് നമ്മുടെ താജ്മഹൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മുംതാസിന് വേണ്ടി പണിതതാണിത്. മുംതാസിന് വേണ്ടി പണിതാണ് ഇദ്ദേഹം. ഇത് ഈ ഒരു ബിൽഡിംഗ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കുടീരം പണിയാൻ ഉദ്ദേശിച്ചത് അവിടെയായിരുന്നു. അതിന്റെ ഫൗണ്ടേഷനാണ് അവിടെ കാണുന്നത്. വേഗം വരോ, വേഗം വരോ. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും താജ്മഹൽ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. പുറത്തെ ഗാർഡനും അതിൻ്റെ വശങ്ങളിലായിട്ട് ഗസ്റ്റ് ഹൗസ്, ആ കാലത്തുണ്ടായിരുന്ന ഗസ്റ്റ് ഹൗസും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. താജ്മഹലിൽ നിന്നും നമ്മൾ നേരെ ആഗ്ര ഫോർട്ടിലേക്കാണ് പോയത്. അതേ ഇലക്ട്രിക്കൽ വണ്ടി തന്നെ നമ്മളെ ആഗ്ര ഫോർട്ടിന് മുന്നിലെത്തിച്ചു. ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആഗ്ര ഫോർട്ടിൻ്റെ കാഴ്ചകൾ, റെഡ് സ്റ്റോണിൽ പണിതിട്ടുള്ള ആഗ്ര ഫോർട്ടിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. 15-ാം നൂറ്റാണ്ടിൽ ഈ ആഗ്ര കോട്ട രജപുത്രന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അമർ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള രജപുത്ര രാജാവ്, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇതിൻ്റെ പ്രധാന കവാടം. ഇന്ന് കാണുന്ന കോട്ട 1565 മുതലുള്ള 8 വർഷം കൊണ്ട് അക്ബർ ചക്രവർത്തി നിർമ്മിച്ചിട്ടുള്ളതാണ്. Garden is different in the past time. Earlier, all that part was known as a Anguri Bagh. Grapes garden, Angur. Draksha. Grapes garden for homemade wine. ഈ രണ്ട് സൈഡിലും മുൻപിതൊരു ഗാർഡൻ ആയിരുന്നു. ആ സമയത്ത് വൈൻ നിർമ്മാണത്തിനായിട്ട് മുന്തിരിച്ചെടികൾ ഇവിടെ സുലഭമായി ഉണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയ്ക്കാവണം ഇപ്പോഴും കുറച്ച് മുന്തിരിച്ചെടികൾ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. So Taj Agra Fort was an old fort of Hindu king. The name of that Hindu king was Badal Singh. In 11th century, he was a Hindu Rajput king. When Mughals came here in the year 1565, the third Mughal emperor ruler Akbar the Great, he built this part and he built this fort also. Then he reconstructed that fort with red sandstone. Okay. This is an old fort. The old fort, the walls of that old fort is in mud. Mud walls in mud walls. മണ്ണിനെ കൊണ്ട് ചളീനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പഴയത് അത് അതിനുശേഷം പിന്നെ third Mughal emperor അക്ബർ വന്നിട്ട് അത് റീകൺസ്ട്രക്ഷൻ ചെയ്തു. He just increased the height of the walls and used red sandstone. ഈ കാണുന്നത് നമ്മൾ കണ്ടിട്ടില്ല, അത് അക്ബറാണ് അതുകൊണ്ട് റീകൺസ്ട്രക്ഷൻ ചെയ്തത്. ഹൈറ്റ് കൂട്ടിയത്. Increased the height of the walls and he just attached the outer area with water moat, alligators, waters. അക്ബർ ആനന്ദ് വളരെ നന്നായിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കേൾക്കുകയും സംശയങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഷൈജുവേട്ടൻ അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നതും കാണാം. അതാണ് പണ്ടത് കേട്ടോ. ഈ കോട്ടയിൽ നിരവധി സുരക്ഷാ വലയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആനന്ദ് പറയുന്നത്. ഷാജഹാനെ അദ്ദേഹത്തിന്റെ മകനായ ഔറംഗസേബ് വീട്ടുതടങ്കലിൽ പാർപ്പിച്ച സ്ഥലമാണ്
ഇവിടേക്ക് നമുക്ക് എൻട്രി ഇല്ല, ദൂരെ നിന്ന് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. ഷാജഹാൻ്റെ മുംതാസിൻ്റെയും ബെഡ്റൂമാണിത്. ഇതിൻ്റെ മുകളിൽ നിറയെ സ്വർണ്ണ പൗഡർ കൊണ്ട് പണിതിട്ടുള്ള, ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് അതാണ് ഇവിടെ. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതൊക്കെ കംപ്ലീറ്റ്ലി എടുത്ത് അവർ കൊണ്ടുപോയിരിക്കുന്നു. ഇന്ന് നമുക്കതിൻ്റെ അവശേഷിപ്പ് ആ ഒരു ബോർഡറിൽ അത് മാത്രമേ കാണാൻ സാധിക്കൂ. ഇത് ഷാജഹാന്റെയും മുംതാസിന്റെയും മണിയറയാണ്. ഇവിടെ മണിയറയിൽ പണ്ട് ഇത് ചെയ്തു വെച്ചാൽ പ്യുവർ ഗോൾഡ് പൗഡറിനെ കൊണ്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തതാണ്. ബ്രിട്ടീഷ് വന്ന സമയത്ത് അവർ അതെല്ലാം എടുത്ത് കൊണ്ടുപോയി. മാർബിളിലും മറ്റ് നിരവധി അലങ്കാര സ്റ്റോണുകളിലും നിർമ്മിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം നല്ല ഒരു കാഴ്ചയാണ്. ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരിക്കും ഇവിടുത്തെ രീതികൾ എന്നോർത്തുകൊണ്ട്, ആ കാലഘട്ടത്തെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് നടന്നു. ആഗ്ര ഫോർട്ടിന്റെ അകത്തളത്തിലെ ഭംഗിയുള്ള ഗാർഡൻ, അതുപോലെ തന്നെ മറ്റ് കെട്ടിടങ്ങൾ ഒക്കെ ഏതൊരു സഞ്ചാരിയിലും ഒരു കാലഘട്ടത്തിന്റെ അവശേഷിപ്പ്, ഓർമ്മകൾ ബാക്കിയാക്കും. നാനൂറ് വർഷത്തിനിപ്പുറം ആ കോട്ടയുടെ ദൃഢത ഒരിക്കലും നഷ്ടപ്പെടാതെ അത്രയും വൈദഗ്ധ്യം നിറഞ്ഞ കൊത്തുപണികളാൽ സമ്പന്നമായിരുന്നു ആ കാലത്തെ ശില്പികളുടെ ആ ശില്പ വൈദഗ്ധ്യം, ബിൽഡിംഗ് ക്രമീകരിക്കുന്നുള്ള വൈദഗ്ധ്യം, ഇതൊക്കെ നമുക്ക് കാണാം. മുഗൾ രാജാക്കന്മാർ പൊതുജനങ്ങളുടെ പരാതികൾ കേട്ടിരുന്ന സ്ഥലമാണിത്. ആ ഹാൾ അവിടെ നമുക്ക് കാണാം. ആഗ്രയിൽ നിന്നും ഇറങ്ങി നമ്മൾ കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് രാത്രി റൂമിലേക്ക് മടങ്ങി. ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ നമുക്ക് ഗെയിമുകളൊന്നും നമ്മൾ കടന്നില്ല. എല്ലാവരും നന്നായി റെസ്റ്റ് ചെയ്തു. നമ്മൾ രാത്രിയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. നേരെ ഹോട്ടലിലെത്തി നല്ല രാത്രി ഭക്ഷണം ചൂടോടുകൂടി എല്ലാവരും കഴിച്ചു. സാലഡും ചോറും ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഒക്കെ ഉണ്ടായിരുന്നു. വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്.